കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാജ്ഭവൻ ഗവർണറുടെ തറവാട്ട് സ്വത്തല്ലെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. സിപിഐ ജില്ലാ സമ്മേളനത്തിന്റെ 2ാം ദിവസം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഗവർണർക്കെതിരെ ബിനോയ് വിശ്വം ആഞ്ഞടിച്ചത്. രാജ്ഭവൻ ഗവർണറുടെ ഔദ്യോഗിക വസതി മാത്രമാണ്. ഇന്ത്യക്ക് പരിചയമില്ലാത്ത ഒരു സ്ത്രീയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന വേണമെന്ന് ഗവർണർ പറയുന്നു. സിംഹപുറത്തിരിക്കുന്ന RSS സ്ത്രീ ഭാരതാംബയല്ല. ഗവർണർ തലമറന്ന് എണ്ണ തേക്കുകയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷത്തിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയത് വിവാദമായതിനു പിന്നാലെ സിപിഐ സംസ്ഥാനത്തെ എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ദേശീയ പതാക ഉയർത്തുകയും വൃക്ഷത്തൈ നടുകയും ചെയ്തിരുന്നു. ഭാരത് മാതാ കീ ജയ് വിളിച്ചാണ് ബിനോയ് വിശ്വം അന്ന് ദേശീയ പതാക ഉയർത്തിയത്. ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ ഭാരതമാതാവിനെ ഭരണഘടനാ വിരുദ്ധമായും ദേശവിരുദ്ധ ആശയ പ്രചാരണത്തിനായും ഉപയോഗിക്കുന്നെന്ന് ആരോപിച്ചായിരുന്നു സിപിഐയുടെ പ്രതിഷേധ പരിപാടി. ഇന്ത്യയുടെ മതനിരപേക്ഷ മനസ്സിനെ തകർക്കാൻ ഭരണഘടനാ പദവി മറയാക്കരുതെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ദേശീയ പതാകയും ഭാരത് മാതാ കീ ജയ് മുദ്രാവാക്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രധാനപ്പെട്ടവയാണ്. ഇന്ത്യയുടേതല്ലാത്ത ഭൂപടത്തിന്റെ പശ്ചാത്തലത്തിൽ കാവിക്കൊടിയേന്തി സിംഹപുറത്തിരിക്കുന്ന സ്ത്രീയുടെ ചിത്രത്തെ വണങ്ങാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുക്കമല്ല. RSS പ്രവർത്തകനായ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഗവർണർ പദവിയിൽ ഇരിക്കുന്നയാൾ അങ്ങനെ ചെയ്യുന്നത് എതിർത്തേ മതിയാക്കൂ. നമ്മുടെ മണ്ണും വെള്ളവും ഭൂപ്രകൃതിയുമാണ് ഭാരതമാതാവ്. കാവിക്കൊടി പിടിച്ചതല്ല യഥാർത്ഥ ഭാരതാംബിയെന്നും പിടിക്കേണ്ടത് ദേശീയ പതാകയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. രാജ്യത്തിന്റെ നിർണായക പോരാട്ടങ്ങളിൽ BJP ഒരു കാണി പോലും ആയിട്ടില്ല. BJPക്ക് ഇടതുപക്ഷത്തോട് പകയാണ്. അതിനാലാണ് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത്. കോൺഗ്രസിന് BJPയുമായി ചങ്ങാത്തമുണ്ട്. BJP RSSന്റെ ഇസ്ലാം പതിപ്പായ SDPIയെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത്. ആ രാഷ്ട്രീയത്തെ കേരളം പൊറുക്കാൻ പോകുന്നില്ല. കോൺഗ്രസ് ബൂർഷ്വാ പാർട്ടിയാണ്. BJPയുടെ സ്ലീപ്പിംഗ് സെൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ച വിഷപ്പാമ്പുകൾക്കെതിരെ കോൺഗ്രസ് നടപടിയെടുത്തില്ല. ആ വഞ്ചനയുടെയും കാപട്യത്തിന്റെയും മുദ്രകൾ ഇപ്പോഴും കോൺഗ്രസിലുണ്ട്. പക്ഷേ അപ്പോഴും മുഖ്യ ശത്രു തീവ്ര ഹിന്ദുത്വ പാർട്ടിയായ BJPയും RSSുമാണ്. അതിനെ തടുക്കാനാണ് ഇന്ത്യ സഖ്യം രൂപവൽക്കരിച്ചത്. അതിനെ പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസിനായില്ല എന്ന് തെളിഞ്ഞു. രാഷ്ട്രീയ ശേഷിയെ കോൺഗ്രസ് റദ്ദാക്കി കളഞ്ഞു. തീവ്ര വലതുപക്ഷത്തിന്റെ കയ്യിൽ രാജ്യം പെട്ടുപോകാതിരിക്കാൻ ഇടതുപക്ഷം ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയമാണ് ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തിയതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എന്നാൽ ഭാരതാംബ വിവാദത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് രാജ്ഭവന്റെയും സർക്കാരിന്റെയും. ഭാരതാംബയും നിലവിളക്കും തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. വിഷയം സർക്കാർ രാഷ്ട്രീയവൽക്കരിച്ചെന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കാതിരുന്നത് സർക്കാരാണെന്നും ഗവർണർ മുൻപ് ആരോപിച്ചിരുന്നു. ഭാരതമാതാവെന്ന സങ്കല്പം ഭാരതമെന്ന രാഷ്ട്രത്തിന്റെ വ്യക്തിരൂപമാണ്. കുങ്കുമവർണ്ണത്തിലോ ഓറഞ്ച് നിറത്തിലോ ഉള്ള സാരി ധരിച്ച കയ്യിൽ ഇന്ത്യയുടെ ദേശീയ പതാകയേന്തിയ സ്ത്രീരൂപമാണ് സാധാരണയായുള്ള സങ്കല്പം. ചിലപ്പോൾ സിംഹസ്ഥിതയായ സ്ത്രീരൂപമായും ഭാരതാംബിയെ സങ്കല്പിച്ചു കാണാറുണ്ട്. ഭാരതമാതാവ് എന്ന സങ്കല്പം ഒന്നേയുള്ളൂ എങ്കിലും അതിന് പലരും പല വിധത്തിലുള്ള വ്യക്തിരൂപങ്ങൾ കൽപ്പിക്കാറുമുണ്ട്. ഗവർണർ വിശ്വനാഥ് ആർലേക്കറാണ് RSS പരിപാടികളിൽ മാത്രം കണ്ടുവരുന്ന ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ സ്ഥാപിച്ചത്. എന്നാൽ ഇത് രാജ്യത്തിന്റെ അടയാളമാണെന്നും RSSന്റെ കാര്യാലയം ഇറക്കിയ ചിത്രമല്ലെന്നുമാണ് കാവിക്കൊടിയേന്തിയ ചിത്രത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. ഭാരത് മാതാവിന്റെ ഉടമസ്ഥാവകാശം ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ അത് ബംഗാളിന്റെ അഭിമാനമായ ബങ്കിം ചന്ദ്ര ചാറ്റർജിക്കും അപനീന്ദ്രനാഥ ടാഗോറിനും മാത്രമാണ്. RSS രൂപവൽക്കരിക്കുന്നതിന് മുൻപ് തന്നെ ഭാരത് മാത എന്ന സങ്കല്പം കൊണ്ടുവന്നത് ഇവരാണെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. ചാറ്റർജിയുടെ ആനന്ദമഠം വായിച്ചതിന്റെ പ്രേരണയിലാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ മരുമകനായ അപനീന്ദ്രനാഥ് ഭാരത് മാതാവിന് മുഖവും രൂപവും നൽകിയത്. കാളിയുടെയും ദുർഗയുടെയും സൗമ്യഭാവമാണ് ചിത്രത്തിന് നൽകിയത്. അപനീന്ദ്രനാഥ് വരച്ച ചിത്രം ഇപ്പോഴും കൊൽക്കത്തയിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നുമുണ്ട്. രാജ്ഭവനിലെ പരിപാടിയിൽ വെച്ചത് കാവിക്കൊടിയേന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രമാണ്. ഇത് RSS പരിപാടിയിൽ മാത്രം കാണുന്നതാണെന്നാണ് കൃഷിമന്ത്രി P. പ്രസാദ് പറഞ്ഞത്.
ഭാരതാംബയോടല്ല വിയോജിപ്പെന്നും RSSന്റെ ഈ ചിത്രത്തോടാണ് യോജിക്കാനാകാത്തതെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഭരണഘടനാ വിരുദ്ധമായ ചിത്രം സർക്കാർ പരിപാടികളിൽ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാകില്ല. ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും മാറ്റാനാകില്ലെന്ന് ഗവർണർ നിലപാടെടുത്തതോടെയാണ് വേദി മാറ്റിയതെന്നും മന്ത്രി പി പ്രസാദ് വിശദീകരിച്ചു. ഗവർണറും മന്ത്രിയും രണ്ട് തട്ടിലായതോടെ വിവാദം കൊഴുത്തു. സോഷ്യൽ മീഡിയയിൽ ഇരുവരുടെയും നിലപാടിനെ അനുകൂലിച്ച് നിരവധി പേർ രംഗത്ത് വന്നു. RSS പരിപാടിയിൽ മാത്രം ഉപയോഗിക്കുന്ന ചിത്രമല്ല എന്നും ഭാരതാംബയുടെ ചിത്രം ഇതാണെന്നുമാണ് RSS അനുഭാവമുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത്. എന്നാൽ അപനീന്ദ്രനാഥ ടാഗോറിന്റെ ഭാരതാംബയുടെ ചിത്രം തികച്ചും വ്യത്യസ്തമാണ്. അപനീന്ദ്രനാഥ ടാഗോറിന്റെ ഭാരത് മാതായ്ക്ക് 4 കൈകളുണ്ട്. ഒന്നിൽ ഒരു പുസ്തകം വഹിക്കുന്നു, മറ്റൊന്നിൽ ഒരു മാല, മൂന്നാമത്തേതിൽ ഒരു നെല്ലിന്റെ കറ്റയും, നാലാമത്തേതിൽ ഒരു വെളുത്ത തുണിയും മാത്രമാണുള്ളത്. അത് ശിക്ഷയെയും ദീക്ഷയെയും അന്നത്തെയും വസ്ത്രത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ RSSന്റെ ഭാരതാംബയിൽ ഇന്ത്യയുടെ ഭൂപടത്തിന് മുന്നിൽ കാവിക്കൊടിയേന്തി നിൽക്കുന്ന ഭാരതാംബയാണ് ഉള്ളത്. സമീപത്തായി ഒരു സിംഹത്തെയും കാണാം. അപനീന്ദ്രനാഥ് ടാഗോർ വരച്ച ചിത്രത്തിൽ ഒരു കൊടിയും വരച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഭാരതാംബയുടെ ചിത്രം പുറത്തു വന്ന് 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഭാരത് മാതാവിന് രാജ്യത്ത് ഒരു ക്ഷേത്രം പണിതത്. വാരണാസിയിലെ ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. അവിടെ വിഗ്രഹങ്ങൾക്ക് പകരം അവിഭക്ത ഇന്ത്യയുടെ ഭൂപടമായിരുന്നു വെച്ചിരുന്നത്. നാനാത്വത്തിൽ ഏകത്വത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇത് എല്ലാ ജാതിമത വിഭാഗങ്ങൾക്കുമായി തുറന്നു കൊടുത്തു. ഇതാണ് പഴയ ഭാരതാംബയുമായി ബന്ധപ്പെട്ട ചരിത്രം. ഭാരതാംബ വിഷയത്തിൽ മുഖ്യമന്ത്രിയും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഭാരത് മാതാവിനെ ആദരിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് ചിലർ ചോദിക്കുന്നു. നമ്മുടെ ഭരണഘടന ഭാരത് മാതാവിന്റെ ആശയം ഉയർത്തിപ്പിടിക്കുന്നില്ല എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഭാരത് മാതാവിലെ പതാക RSSന്റേതാണ്. അവർക്ക് അതിനെ ആദരിക്കാൻ കഴിയും. പക്ഷെ എല്ലാവർക്കും അതേപടി പിന്തുടരണമെന്ന് അവർ കരുതുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വ്യക്തികൾക്ക് വ്യത്യസ്ത പ്രത്യയശാസ്ത്ര വീക്ഷണങ്ങൾ ഉണ്ടായിരിക്കാമെങ്കിലും സംസ്ഥാന പരിപാടികളിൽ സർക്കാർ അംഗീകരിച്ച മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കുള്ള വേദിയാക്കി മാറ്റേണ്ട സ്ഥലമല്ല രാജ്ഭവൻ. അത്തരം നീക്കങ്ങളെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയായി മാത്രമേ കാണാൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് 2ാം തവണയാണ് RSS ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഗവർണറോട് വിയോജിപ്പ് അറിയിക്കുന്നത്. നേരത്തെ സമാനമായ എതിർപ്പുകൾ ഉയർന്നതിനെ തുടർന്ന് കൃഷി വകുപ്പ് രാജ്ഭവനിൽ നിന്ന് ഒരു സർക്കാർ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. രാജ്ഭവനെ RSS അജണ്ടകൾ നടപ്പാക്കുന്നതിനുള്ള സ്ഥലമാക്കി മാറ്റരുതെന്നും പറഞ്ഞിരുന്നു.